ഹായ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് സതയുടെ ഫസ്റ്റ് വിഷു ആയിരുന്നു. നമ്മൾ രാവിലെ എഴുന്നേറ്റ് സതയെ വിഷുക്കണിയൊക്കെ കാണിച്ചു. സതയെ ഞങ്ങളെല്ലാം വിഷു കണ്ടതിന് ശേഷമാണ് സതയെ വിളിച്ചുണർത്തുന്നത്. സതയുടെ അച്ചാമ്മയാണ് സതേനെ വിഷുക്കണി കാണിക്കുന്നത്. ആശാട്ടിക്ക് ആദ്യം എന്താണെന്നുള്ളത് മനസ്സിലായില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് വിളക്കും ഫ്രൂട്ട്സും ഒക്കെ കണ്ടിട്ട് എന്തുവാണെന്നുള്ളത് നോക്കി കുറച്ച് നേരം നിന്നു. പിന്നെ അങ്ങ് ഹാപ്പി ആയായിരുന്നു. അവൾക്ക് അല്ലെങ്കിലും ഞാൻ അവിടെ വിളക്ക് കത്തിക്കാൻ നേരം ആണെങ്കിലും അവൾ വിളക്കെ നോക്കി കുറച്ച് നേരം നിൽക്കും എന്താണ് എന്നറിയാനായിട്ട്. അവൾക്ക് ഇഷ്ടമാണ് അതൊക്കെ കാണുന്നത്. പിന്നെ എല്ലാവർക്കും നല്ല വരുത്തണേ എന്നൊക്കെ അവളുടെ അച്ചാമ്മ അവൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. കുഞ്ഞെ അമ്പൂറ്റിയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ സദായെ കുളിപ്പിച്ച് സദയ്ക്ക് പുത്തൻ ഉടുപ്പൊക്കെ ഇടിച്ച് ഈ ഡ്രസ്സ് നമുക്ക് കിട്ടിയത് ഐസ ബുട്ടീക്കിൽ നിന്നാണ്. നല്ല ഭംഗിയുണ്ട്. ഇവള് നടക്കാറൊക്കെ ആകുമ്പോൾ ഒന്നും കൂടെ ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. എന്നാലും നല്ല കംഫർട്ടബിളായിട്ടാണ് തയ്ച്ചത്. അവൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആദ്യമായിട്ട് വിഷുക്കായി നീട്ടം വാങ്ങാണ് അവളുടെ അച്ചാമ്മയുടെ കയ്യിൽ നിന്ന്. പിന്നെ ഞങ്ങൾ സതയും കൊണ്ട് അടുത്തുള്ള ഒരു അമ്പലത്തിൽ വന്നു. വലഞ്ചുഴി എന്ന് പറയും. അമ്പലത്തിൽ വന്നു. നല്ല സ്ഥലമാണ് കേട്ടോ, ഫോട്ടോഷൂട്ടിനൊക്കെ നല്ല സ്ഥലമാണ്. പിന്നെ വഴി വെച്ച് ദേവിയുടെ എഴുന്നേൽപ്പ് കണ്ടു. നമ്മൾ തൊഴുതു. സതയ്ക്ക് ഇതൊക്കെ ഒരു പുതിയ കാര്യം കേട്ടോ. അതൊക്കെ കണ്ട് തൊഴുവൊക്കെയാണ് സതയും. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. ഒരു ഫോട്ടോഷൂട്ട് പരിപാടിയൊക്കെ നടത്താമെന്ന് വിചാരിച്ച് അവിടെ ഇരുന്നു. അപ്പോൾ അവൾ അപ്പുറത്ത് ഒരു കുഞ്ഞിനെ കണ്ടിട്ട് ആ കുഞ്ഞിനെ നോക്കിയിരിക്കുകയായിരുന്നു. പിന്നെ സദ്യക്ക് ആദ്യമായിട്ട് നമ്മൾ ഇച്ചിരി സദ്യ കൊടുത്തു. ചോറും എല്ലാം കൂടി ഇട്ട് ഇളക്കി. അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവൾക്ക് ഈ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെയാണ് ഇപ്പോൾ ഇഷ്ടം. പിന്നെ ഇങ്ങനൊരു ഹാർഡ് ആഹാരം കഴിക്കാറായിട്ടില്ല. പിന്നെ നമ്മുടെ ഒരു ആഗ്രഹം കൊണ്ട് കുറച്ച് കൊടുത്തു എന്നേ ഉള്ളൂ. വിഷു കൈനീട്ടമൊക്കെ കൊടുത്തു ആശാട്ടിക്ക്. ആദ്യമായിട്ട് അവൾക്ക് സദ്യ കൊടുത്തു. അമ്പലത്തിൽ പോയി. അപ്പോൾ അമ്പലത്തിൽ പോകാൻ നമ്മൾ സദ്യക്ക് ഇട്ട് കൊടുത്ത ഡ്രസ്സ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ കുറേ പേര് ചോദിച്ചാൽ ഡ്രസ്സ് എവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തതെന്നൊക്കെ. അപ്പോൾ അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തത് സദ്യക്ക് ചെറിയൊരു ജലദോഷം പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഐസ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് തന്നത് ഐസ ബുട്ടീക്ക് എന്ന് പറയുന്ന ഒരു ബുട്ടീക്കിൽ നിന്നാണ്. വിഷു സ്പെഷ്യലായിട്ട് സദ്യക്ക് അയച്ചു തന്നത്. വളരെ നല്ല ഡ്രസ്സാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. കുഞ്ഞിന് ഭയങ്കര കംഫർട്ടബിളാണ്. അകത്തൊന്നും ആവശ്യമില്ലാത്ത സ്റ്റിച്ചോ കാര്യങ്ങളോ ഇങ്ങനെ വെച്ചിട്ടോ ഒന്നുമില്ല. വളരെ കംഫർട്ടബിളാണ് അവൾക്കിടാൻ. അവൾ ഇച്ചിരി കൂടെ വലുതായ ഒന്നും കൂടെ പ്രോപ്പറായിട്ട് നമുക്ക് കാണാൻ പറ്റും ഫുള്ള്. ഇതിപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ വൃത്തിക്ക് കാണാൻ പറ്റും. വീഡിയോയിൽ അത്രയും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ല ഭംഗിയാണ് അതിട്ട് കാണുമ്പോൾ. ഇത് അതിൻ്റെ പാവാട കേട്ടോ. ഫുള്ളായിട്ട് തന്നെ ഇത് ഇങ്ങനെ ഇരിക്കും. അത് ഞങ്ങളെല്ലാം സെപ്പറേറ്റ് ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം. പിന്നെ ഒരു പിങ്ക് കളർ ക്യൂട്ട് ഡ്രസ്സ്. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും അയ്യോ കുഞ്ഞിനിടാൻ കംഫർട്ടബിൾ ആയിരിക്കും അല്ലയോ എന്ന്. പക്ഷേ ഇവർ ഭയങ്കര കുഞ്ഞുങ്ങളുടെ കാര്യത്തിനെ പറ്റി വളരെ കെയർ കൊടുത്തിട്ടാണ് എല്ലാം. അകത്ത് കോട്ടൻ്റെ ലൈനിങ് ആണ് വെച്ചിരിക്കുന്നത്. എങ്ങും കൊള്ളുന്ന രീതിയിൽ ഒരു സ്റ്റിച്ചോ കാര്യങ്ങളോ സീക്വൻസോ ഒന്നും വന്നിട്ടില്ല. നല്ല പ്രീമിയം ക്വാളിറ്റി എന്നൊക്കെ പറയാമല്ലോ, അത്രയും നല്ല ക്വാളിറ്റിയിൽ ആണ്. ഇതിൻ്റെ ഈ ടോപ്പിൻ്റെ പാവാട കേട്ടോ. ഇതിനും ഉള്ളിൽ കോട്ടൻ്റെ തുണിയാണ് വെച്ചിരിക്കുന്നത്. ഇത് ഇങ്ങനെ ഇരിക്കും സത ഇതിട്ടോണ്ടൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വിഷു ആഘോഷിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഈ വർഷം എല്ലാവർക്കും സന്തോഷവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. വൺസ് മോർ ഹാപ്പി വിഷു. സത ബൈ പറഞ്ഞേ. ബൈ.